നമുക്ക് സ്ലോലി അത് കൂട്ടി നോക്കാം. 6 7 2000 രൂപയുടെ ചോടെ റേറ്റിൽ ഒരു അടിപൊളി ബാസ് തരുന്ന 10 ഇഞ്ച് സബ്വൂഫർ. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയ ബ്രാൻഡ് തന്നെയാണ് അലൈവ് എന്ന് പറയുന്ന അവരുടെ 10 ഇഞ്ച് സബ്വൂഫർ. ഇതിന് മുമ്പ് നമ്മൾ അലൈവിന്റെ കുറച്ച് വൂഫേഴ്സ് റിവ്യൂ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചാണ് ഇതിന് സബ്വൂഫർ ഉണ്ടോ, 12 ഇഞ്ചുണ്ടോ 10 ഇഞ്ചുണ്ടോ ചോദിച്ചിരുന്നു. 12 ഇഞ്ച് നമ്മളെ കോമൺ സബ്വൂഫറിന്റെ ആ ഒരു എഫക്ട് തന്നെയാണ് എനിക്ക് അവിടെ തോന്നിയത്. പിന്നെ ഇതിന് അപ്പിയറൻസും ഫിറ്റിംഗ്സിനൊക്കെ കുറച്ചൊരു വ്യത്യസ്തത തോന്നി, അതുകൊണ്ട് എടുത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 4 ohms ആണോ 6 ohms ആണോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണം. അപ്പൊ ആദ്യം നമ്മൾക്ക് അൺബോക്സിങ് ആയിട്ട് ഇതിന്റെ ഓഫർ പുറത്തെടുക്കാം. ഇത് മുമ്പ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഓറഞ്ച് വൂഫറാണ്. അത്യാവശ്യം കാഴ്ചയിൽ ഒരു ഗാംഭീര്യമൊക്കെ ഉള്ള ടൈപ്പ് ഒരു വൂഫറാണ്. കണ്ടോ, നല്ല ഒരു അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഒരു നല്ല ഒരു ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റും ഉണ്ട്. അതായത് ഒരു മതിപ്പുണ്ട്. ആ ഒരു വിലക്ക് സൂപ്പർ സാധനം. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നോക്കാം. അപ്പോൾ കാഴ്ചയിൽ ആ ഒരു അപ്പിയറൻസ് പറയില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത്യാവശ്യം നല്ല ടൈപ്പ് റബ്ബർ സറൗണ്ട്, പ്ലാസ്റ്റിക് നല്ല സൂപ്പർ പേപ്പർ, പിന്നെ ഇതാ നോക്കിയാൽ നല്ല ടൈപ്പ് പേപ്പർ, നല്ല ടൈപ്പ് കോൺ, പിന്നെ ഈ സ്ക്രൂ ചെയ്യുന്ന നമ്മുടെ ഒരു ടെംപ്ലേറ്റ് മോഡൽ നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലെ ഇത് അടച്ചു വെക്കാം. അതായത് സ്ക്രൂ ചെയ്യുമ്പോൾ നമുക്കിത് ഈ വഴി സ്ക്രൂ ചെയ്തിട്ട് ഇതുകൊണ്ട് ലോക്ക് ചെയ്ത് അവിടെ ക്ലീൻ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഫിറ്റിങ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നോർമൽ ബൈൻഡിങ് പോസ്റ്റ് അങ്ങനെ പ്രസ് ടൈപ്പ് ആണുള്ളത്. ഈ മാഗ്നറ്റിനൊരു റബ്ബർ ഷീൽഡ് ഉണ്ട്. ഇതാ ഡബിൾ മാഗ്നറ്റ് ആണ്, പക്ഷെ ഷീൽഡഡ് ആണ്. അത് റബ്ബർ ഷീൽഡഡ് ആണ്. പിന്നെ അതിൽ പ്രത്യേകത അറിയണത് നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കാണില്ല. അപ്പൊ അത് എത്ര ഓംസ് ആണ്, എത്ര വാട്ട്സ് ആണ് എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ഓംസ് എത്രയാണെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ 6 ohms ആണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം. അപ്പൊ അതൊന്ന് കൺഫേം ആക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് അവിടെ ഇപ്പൊ ഇവിടെ 3.7 3.8 കാണിക്കുന്നത്. അതായത് ഈ വൂഫർ 4 ohms ആണ്. അപ്പൊ 4 ohms വൂഫർ സബ്വൂഫർ 10 ഇഞ്ച്. അപ്പൊ അതിന്റെ വാട്ട്സ് എന്ന് പറയുന്നപ്പോ എൻ്റെ ഒരു അസംഷൻ പറയുകയാണെങ്കിൽ ഒരു മാക്സിമം 160 RMS അല്ലെങ്കിൽ 100 RMS, അതായത് 100 160ന്റെ ഇടയിൽ ഒരു റേഞ്ചിൽ ഇതിന്റെ ഒരു വാട്ട്സ് പ്രതീക്ഷിക്കാം. 100 വാട്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിന്റെ ബോക്സ് നമ്മൾ നോക്കാം. ഇതിന്റെ ബോക്സിൽ അങ്ങനെ ഒരു വാട്ട്സ് റേറ്റിംഗ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. 1040 ആ മോഡലാണ് ഇപ്പോൾ മോഡൽ നമ്പർ ആയിട്ട് ഒരു മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് കളർ, ബ്ലാക്ക് ഉദ്ദേശിച്ച് വരുമ്പോൾ കോൺ കളർ ബ്ലാക്ക് ആണ്, ഡബിൾ മാഗ്നറ്റ്. അത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മറ്റെവിടെയും നമുക്ക് യാതൊരുവിധ ഡീറ്റെയിൽസും കിട്ടാനില്ല. കാരണം നമ്മളിപ്പോ ഒരു 10,000 5,000 കൊടുത്ത് വാങ്ങുന്ന സാധനമല്ല. നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുമ്പോൾ അതിന്റെ ആ ഒരു ചില ഡീറ്റെയിൽസ് എങ്കിലും നമുക്ക് മിസ്സിങ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു തരം ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനുണ്ടാവും. അതാണല്ലോ വില കുറവിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടാവുക. അപ്പോൾ ഒരു 160 100 160 ആ റേഞ്ച്, അതായത് മാക്സിമം പോയാൽ നിങ്ങൾക്ക് ഒരു 4 ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ 4 MOSFET ആ ടൈപ്പ് ഒരു 27 വോൾട്ടിൽ നമുക്ക് മാക്സിമം ഇതിലേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പവർ ആമ്പ് ബോർഡ് വരിക. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്കിത് നമ്മളതിലൊരു ബോക്സ് ഉണ്ട്, ഒരു ഡിഫോൾട്ട് മെഷർമെന്റിലുള്ള ഒരു സബ്വൂഫർ ബോക്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഇതിനെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോക്സിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഇതൊരു നല്ല ടൈപ്പ് ബോക്സ് ആണ്. മറ്റ് സബ്വൂഫറൊക്കെ ഞാൻ ഇവിടെ ഇതിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രേസിങ് കാര്യങ്ങളുള്ള എല്ലാം ഉള്ള ചെയ്താണ്. പിന്നെ ഉള്ളിൽ അബ്സോർബന്റ് മറ്റൊക്കെ ചെയ്ത. അപ്പൊ ടെസ്റ്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിഫോൾട്ട് മെഷർമെന്റ് ഉള്ള ബോക്സ് ആണ്, പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന് വേണ്ട ആ വൂഫറിന് വേണ്ട ട്യൂൺഡ് പോർട്ട് അല്ല ഇതിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ബോക്സ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള സംശയമല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഡിഫോൾട്ടിൽ ആ എഫക്റ്റ് കിട്ടിയാലല്ലേ ബാക്കി ഏത് തരത്തിൽ വരും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ഇതിന് മുമ്പ് ചെക്ക് ചെയ്ത് അഭിപ്രായം എനിക്കില്ല, എനിക്ക് അനുഭവമില്ല. ഞാൻ ഫസ്റ്റ് ചെക്കിങ് ആണ്. അപ്പൊ എനിക്കത് ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മള് ഇതിൽ ആ നോർമൽ ടൈപ്പ് ബൈൻഡിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ സോൾഡർ ചെയ്യണ്ട. ഓക്കെ, ഇവിടെ റെഡ് കൊടുത്തു, ബ്ലാക്കും കൊടുത്തു. ജസ്റ്റ് 4 സ്ക്രൂ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടി 4 സ്ക്രൂ മാത്രം. അത് സ്ക്രൂ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രത്യേകത ഒന്ന് കാണിച്ചു തരാം. ഈ സ്ക്രൂ ഹോൾഡ് ഈ ഭാഗങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ പഞ്ച് മാർക്ക് കാണാം. ഈ റബ്ബറാണ് ഇത്. ഈ റബ്ബറിന് മുകളിൽ കണ്ട ഇതിന്റെ അടിയിലാണ് ഹോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ അത്
പൊക്കി അതിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഹെയർ സീലാവും ഈ റബ്ബർ. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിന്റെ ഈ സൈഡ്, അതിന്റെ ഫ്രണ്ട് സൈഡ് നമുക്കൊരു ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് കാഴ്ചയിൽ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും, സ്ക്രൂ കാണില്ല, കവറായി നിൽക്കും. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഇത് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും തരത്തിൽ ഈ സ്ക്രൂ പോയിന്റ്സ് കണ്ടോ, എന്തെങ്കിലും കണ്ടോ? ഒരു വ്യത്യസ്ത ലുക്കായില്ലേ? അതൊന്നുകൂടെ ക്ലോസിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ലെവലിലുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് 4 സ്ക്രൂ വെച്ചിട്ടുണ്ട്. പക്ഷെ കാഴ്ചയിൽ നല്ല എഫക്റ്റീവ് ആണ്. ഇനി ഇതിന്റെ വർക്കിംഗ് ആണ് നമുക്ക് പ്രധാനം. അപ്പൊ ഫസ്റ്റ് ചെക്കിങ് എന്ന നിലയ്ക്ക് നമുക്ക് ഫ്രീക്വൻസി ഒരു 5 ഹെർട്സ് ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോൺ മൂവ്മെന്റ് നോക്കിയാ ഇപ്പൊ 5 ആണ്. നമുക്ക് സ്ലോലി അത് കൂട്ടി നോക്കാം. 6 7 പോവാ സ്റ്റോപ്പ്. അപ്പോ അത്യാവശ്യം നല്ല ഒരു എക്സ്കേർഷൻ ഉണ്ട്. അത്യാവശ്യം പുറത്തേക്കകത്തേക്കും. അതാണ് ഇങ്ങനെയുള്ള ഈ സറൗണ്ടിന്റെ ഗുണം. നല്ല എക്സ്കേർഷൻ ആണ്. ആ സമയത്ത് നോയ്സോ ഡിസ്ട്രാക്ഷനോ ഒന്നുമില്ല, ക്ലീൻ ആണ്. അപ്പൊ ഇനി ബേസ് ലെവല് ചെക്ക് ചെയ്യാം. ഒരു മ്യൂസിക് പ്ലേ ആകുമ്പോഴത്തേക്കും അത് മനസ്സിലാവും. അപ്പോൾ നോയ്സ് റിഡക്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് കിട്ടണമെങ്കിൽ, നല്ല കറക്റ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് വോളിയം കൂട്ടാം. കുറച്ച് ഓവറൊക്കെയാണ് വെച്ചത്. നമ്മളെ ഇതൊന്ന് ഒരു കുറച്ച് താഴത്തെ ലെവലിൽ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. വില കുറവില്ല, ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ലേ? മൈക്കിലൂടെയുള്ള കേക്കലാണ്. അത് സബിൻ്റെ എഫക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുമ്പോൾ. അപ്പോൾ ശരിക്കുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ പാൻറ്റൊക്കെ ഇങ്ങനെ ജെർക്ക് ചെയ്യും. അതുപോലെ അത് സബ് വർക്ക് ചെയ്യുമ്പോഴുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് അറിയാലോ. ആ എഫക്റ്റൊക്കെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. 5000 10,000 ഒരു 2 രൂപ റേഞ്ചിൻ്റെ താഴത്ത് വില വരുന്ന ഒരു 10 ഇഞ്ച് സബ്വൂഫർ മാക്സിമം 150-160 RMS കിട്ടുമായിരിക്കും. മാക്സിമം RMS ആണ് പറയുന്നത്. മാക്സിമം അത്ര കിട്ടുമായിരിക്കും. ഒരു 100 വാട്ട്സ് ഗ്യാരണ്ടിയാണ്, അതെനിക്ക് ഉറപ്പാണ്. അത് നമ്മളിപ്പോൾ ഇത്രയും കാലത്തെ കണ്ടിട്ട് 100 something വാട്ട്സ് എന്തായാലും ഉണ്ടാവും. ആ ഒരു 4 ട്രാൻസിസ്റ്റർ ടൈപ്പ് 27 വോൾട്ട് 24 വോൾട്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോർഡ് ഇതിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ടൈപ്പ് ഒരു ഫിൽറ്റർ ആണെങ്കിൽ ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ച് 60 വോൾട്ട് DC കിട്ടുന്ന ടൈപ്പാണ്. 14 ട്രാൻസ്ഫർ ഔട്ട്പുട്ടുള്ള ഒരു ബോർഡിലാണ് ഇപ്പോൾ ഇത് പ്ലേ ചെയ്തത്. അതിൽ നമ്മൾ ഏത് ലെവലിൽ വെക്കുന്നു എന്നുള്ളതിലാണ് ആ കാര്യം. അതെങ്ങനെ നമുക്കത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ വില ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു 2 രൂപയുടെ താഴെ 1500-2000 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 വെച്ചാൽ 4000 രൂപ ആവുള്ളൂ. JBLന്റെ പൈസ ആവുന്നില്ല. നിങ്ങൾക്ക് 20 ഇഞ്ച് കോൺ അവിടെ കിട്ടും. ആ വ്യത്യാസം ആലോചിക്കുക. 200 RMS കിട്ടും. അപ്പോൾ RSK ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയില്ല, എലൈവ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ഷോപ്പ് അവിടെ തന്നെയാണ് നമുക്ക് ഇവരെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കോൾ ചെയ്യാൻ, വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം കാര്യങ്ങൾ. അപ്പോൾ അന്വേഷിക്കാനൊന്നുമില്ല, വില അറിഞ്ഞു, ഓംസ് അറിഞ്ഞു, വർക്കിങ്ങിൻ്റെ സ്വഭാവം ആവറേജ് അറിയാൻ പറ്റി. ബാക്കി നിങ്ങൾക്ക് അത് എവിടേക്ക് എത്തണം, അതായത് കൊറിയറായിട്ട് കിട്ടുമോ, നിങ്ങൾക്ക് എവിടെ വരണോ, ആ ഡീറ്റെയിൽസ്, എത്ര സ്റ്റോക്ക് ഉണ്ട്, ഏത് കളർ വേണം, കളറിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു കളറില്ലാതെ വേറെ കളറുകളുണ്ട്. പിന്നെ പുതിയ ഇറക്കുന്ന വേറെ സീരീസുകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. ഈ ടൈപ്പ് സീരീസുകളിൽ ഇപ്പോൾ ഇനി വരാനുണ്ട്. ഒക്കെ ലോ ബഡ്ജറ്റ് ടൈപ്പുകളാണ്. എല്ലാം ഭയങ്കര കുട്ടൻ ബഡ്ജറ്റ് ടൈപ്പ് അല്ല. പെട്ടെന്നൊരു വലിയൊരു എമൗണ്ട് ഒപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ ഈ ടൈപ്പ് സബ്വൂഫേഴ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ സാധനം വാങ്ങാൻ താല്പര്യമുള്ളവർക്കോ കൊറിയറായിട്ട് കിട്ടാൻ താല്പര്യമുള്ളവർക്കോ ആ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഓഫർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നാലേ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ചെല്ലുള്ളൂ. കാരണം യൂട്യൂബിന് വേണ്ടത് ലൈക്കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ.